നമസ്കാരം. പ്രധാന വാർത്തകൾ. ദൈവത്തിന്റെ പേരിൽ വോട്ട് തേടാൻ ആരെയും അനുവദിക്കില്ലെന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ. യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ തൃശൂർ ജില്ല 2ാം സ്ഥാനത്തെന്ന ടിക്കാറാം മീണ. പ്രതിഷേധ ജ്വാലയായി സിഒഎ പ്രക്ഷോഭം. പ്രാദേശിക ചാനലുകളെ ഇല്ലാതാക്കാൻ കുത്തക കമ്പനികൾക്ക് കെഎസ്ഇബി ഒത്താശ ചെയ്യുകയാണെന്ന് മുൻ എംഎൽഎ ടി.യു. രാധാകൃഷ്ണൻ. മേഖലയിലെ മുഴുവൻ റോഡുകളും തകർത്ത ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതി. പൈപ്പ് സ്ഥാപിക്കാൻ കുഴികളെടുത്തത് അശാസ്ത്രീയമായെന്ന് ആരോപണം. എൻഡിഎ സീറ്റ് വിഭജനം പൂർത്തിയായി. 14 ഇടങ്ങളിൽ ബിജെപിയും തൃശൂർ അടക്കം 5 സീറ്റിൽ ബിഡിജെഎസും മത്സരിക്കും. സംഘടനയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് സിബിഐ അന്വേഷണം അടക്കം നേരിടാൻ തയ്യാറാണെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും യുഎൻഎ. കൊടുങ്ങല്ലൂരിൽ ബസ്സുകളുടെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം സംഘട്ടനത്തിൽ കലാശിച്ചു. ബസ് ഉടമയ്ക്ക് കുത്തേറ്റു. ഗതാഗത നിയമ ലംഘനത്തിനെതിരെ തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ദൈവത്തിന്റെ പേരിൽ വോട്ട് തേടാൻ ആരെയും അനുവദിക്കുകയില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 1200 ബൂത്തുകളാണ് പ്രശ്നബാധിതമായിട്ടുള്ളത്. കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ കണ്ണൂർ ജില്ലയിലാണ്. 100 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കാനായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2,54,00,000 വോട്ടർമാരാണ് 2019 ജനുവരി വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 1,31,00,000 പേർ സ്ത്രീകളാണ്. സംസ്ഥാന ചരിത്രത്തിലാദ്യമായി ഇത്തവണ 110 ഭിന്നലിംഗ വിഭാഗക്കാർ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അമ്പലത്തിന്റെ പേരിലോ പള്ളിയുടെ പേരിലോ മോസ്കിന്റെ പേരിലോ ആരെങ്കിലും വോട്ട് ചോദിക്കാൻ പാടില്ല. ഇത് പെരുമാറ്റ ചട്ടത്തിന്റെ ലംഘനമാണ്. കൂടാതെ മന്ത്രിമാരും അതത് ജില്ലകളിൽ വരുമ്പോൾ ഈ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മന്ത്രിമാർ അവരുടെ സ്വകാര്യ ഈ ടൂറിസ്റ്റിൽ പോകുമ്പോഴും പിന്നെ പാർട്ടിൻ്റെ കാര്യത്തിൽ പോകുമ്പോൾ അത് മിക്സ് ചെയ്യാൻ പാടില്ല. യുവാക്കൾ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലെ 2ാമത്തെ സ്ഥാനമാണ് തൃശ്ശൂർ ജില്ലയിൽ യുവാക്കളുടെ എണ്ണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മാർച്ച് 25 വരെ അവസരമുണ്ട്. ഓൺലൈനിൽ ഫോം നമ്പർ 6 അതാത് താലൂക്ക് ഓഫീസർമാർക്ക് സമർപ്പിച്ച് പേര് ചേർക്കാവുന്നതാണ്. യുവ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ്. തൃശൂർ ജില്ലയാണ് യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ 2ാമത്. 2,61,000 പുതിയ വോട്ടർമാരാണ് ഇത്തവണ സമ്മതിദാനാവകാശം ആദ്യമായി ഉപയോഗിക്കുന്നവരായുള്ളത്. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരെ വീടുകളിൽ നിന്നും പോളിംഗ് ബൂത്തുകളിലേക്കും തിരിച്ചും എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സർക്കാർ വാഹനങ്ങളും സർക്കാർ അതിഥി മന്ദിരങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ്. ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഉൾപ്പെടെയുള്ള അനധികൃത പ്രചരണോപാധികൾ നീക്കം ചെയ്യുന്നതിൽ തൃശൂർ ജില്ല അഭിനന്ദനീയമായ പ്രവർത്തനമാണ് നടത്തിയതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. കളക്ടർ ടി.വി. അനുപമ, സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര, അസിസ്റ്റന്റ് കളക്ടർ പ്രേംകൃഷ്ണ തുടങ്ങിയവരും സന്നിഹിതരായി. ടി.സി.വി. ന്യൂസ്, തൃശൂർ. തൃശൂരുമായുള്ള പഴയ ബന്ധത്തിന്റെ ഊഷ്മളത കൈവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ. തൃശൂർ കളക്ടർ, കില ഡയറക്ടർ എന്നിങ്ങനെ പ്രവർത്തിച്ച വേളയിൽ തൃശൂരുമായി ഊഷ്മള ബന്ധം പുലർത്തിയതിന്റെ ഓർമ്മകളുമായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ പൂരനഗരിയിൽ എത്തിയത്. കളക്ടറുമായി സേവനമനുഷ്ഠിച്ച കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ എത്തിയപ്പോഴാണ് കോസ്റ്റ് ഫോർഡിന്റെ സാരഥിയായിരുന്ന ചന്ദ്രദത്ത് മാഷുടെ അനുസ്മരണം നടക്കുന്നതറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവിക്ക് അല്പനേരം അവധി നൽകി ദത്ത് മാഷുടെ അനുസ്മരണ വേദിയിലെ വിളിക്കാത്ത അതിഥിയായി ഇദ്ദേഹം എത്തുകയായിരുന്നു. ദത്ത് മാഷുടെ ഛായാചിത്രത്തിൽ ടിക്കാറാം മീണ പുഷ്പാർച്ചന നടത്തുകയും കുടുംബവുമായി സൗഹൃദം പങ്കിടുകയും ചെയ്തു. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ദത്ത് മാഷ് ഫോണിൽ ബന്ധപ്പെട്ട വിവരം പങ്കുവച്ച മീണ, മാഷ് തനിക്കെന്നും പ്രചോദനം പകർന്നിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു. ദത്ത് മാഷിന്റെ പുസ്തകങ്ങൾ കുടുംബാംഗങ്ങൾ മീണയ്ക്ക് സമ്മാനിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി വൈദ്യുതി ഭവന് മുന്നിൽ കൂട്ടധർണ നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന ധർണ മുൻ എംഎൽഎ ടി.യു. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക ചാനലുകളെ ഇല്ലാതാക്കാനുള്ള കുത്തക കമ്പനികളുടെ ഗൂഢതന്ത്രങ്ങൾക്ക് കെഎസ്ഇബി ഒത്താശ ചെയ്യുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ടി.യു. രാധാകൃഷ്ണൻ പറഞ്ഞു.
സാധാരണ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രാദേശിക ചാനലുകളുടെ നിലനിൽപ്പിന് നാട് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. സാറ്റലൈറ്റ് ചാനലുകളെയെല്ലാം വിദേശ കുത്തകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ കേബിൾ TV രംഗവും കൈയടക്കുവാനാണ് ഇവരുടെ ശ്രമം. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പും സർക്കാർ ഇടപെടലുകളും അത്യന്താപേക്ഷിതമാണെന്ന് TU രാധാകൃഷ്ണൻ പറഞ്ഞു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PP സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് PA ആന്റണി, വൈസ് പ്രസിഡന്റ് PSA ബക്കർ, മാള മേഖലാ സെക്രട്ടറി PL ജോണി, പുതുക്കാട് മേഖലാ സെക്രട്ടറി ഷീഫർ വെള്ളിക്കുളങ്ങര, ജോബി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അശാസ്ത്രീയമായി കാനകൾ കോരിയത് അപകട ഭീഷണിയാകുന്നു. കാനകൾ ശരിയായി മൂടാത്തതും പൊടിശല്യവും പൊതുജനത്തിന് ദുരിതമായി. ഏനാമാവ് പള്ളിനടയിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച കാനയിൽ വാഹനം താഴ്ന്ന് 2.5 മണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 6ഓടെയാണ് ചാണകവുമായി വന്ന ടെമ്പോ വാൻ നടുറോഡിൽ താഴ്ന്നത്. വാനിന്റെ മുൻവശത്തെ ഒരു ടയർ പൂർണ്ണമായും കുഴിയിൽ താഴ്ന്നു. ഇതോടെ ഇരുചക്ര വാഹനങ്ങളൊഴികെ മറ്റൊരു വാഹനവും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ബസ് ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ലക്ഷ്യസ്ഥാനത്തെത്താനാകാതെ ദുരിതത്തിലായി. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ക്രെയിൻ കൊണ്ടുവന്നാണ് വാൻ റോഡിൽ നിന്നും മാറ്റിയത്. ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഈ മേഖലയിൽ വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം കാനകൾ ബലവത്തായും സുരക്ഷിതമായും മൂടാത്തതും കാന യന്ത്രസഹായത്തോടെ കോരുമ്പോൾ മറ്റ് ശുദ്ധജല പദ്ധതികളുടെ പൈപ്പുകൾ പൊട്ടുകയും അവയുടെ കേടുപാടുകൾ തീർക്കാതെ കാന മണ്ണിട്ട് മൂടുകയും ചെയ്യുന്നത് മൂലം വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കുതിർന്ന മണ്ണിൽ വാഹനങ്ങൾ താഴുകയുമാണെന്ന് പൊതുപ്രവർത്തകനും അധ്യാപകനുമായ ജിൽസൺ തോമസ് പറഞ്ഞു. അവിടെ ബാക്കി വരുന്ന മണ്ണ് യഥാസമയം നീക്കം ചെയ്യാൻ യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ല. ഇന്ന് റോഡിന് ഇരുവശത്ത് താമസിക്കുന്ന ജനനിവാസികളും അതുപോലെ തന്നെ വ്യാപാരികളും അവർക്ക് കടകൾ തുറക്കാനാവാതെയും വീട്ടിൽ താമസിക്കുന്നവർക്ക് അവിടെ ജീവിക്കാനാവാത്ത രീതിയിലുള്ള പൊടിശല്യം വന്നിരിക്കുകയാണ്. 3 തവണയായി ഇവിടെ വാഹനങ്ങൾ താഴുന്നു. ഇന്ന് രാവിലെ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് യഥാസമയം പരീക്ഷയ്ക്ക് എത്താൻ സാധിക്കാതെ വളരെയധികം കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഞായറാഴ്ച ഈ ഭാഗത്ത് തന്നെ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച കാനയിൽ ബസിന്റെ ചക്രം താഴ്ന്ന് മണിക്കൂറുകളോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മേച്ചേരിപ്പടിയിൽ നെല്ല് കയറ്റി വന്ന ലോറിയും കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച കാനയിൽ താഴ്ന്നു. റോഡിൽ അശാസ്ത്രീയമായാണ് കാന കോരി പൈപ്പുകൾ സ്ഥാപിക്കുന്നതെന്നും റോഡ് പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊന്നും കരാറുകാരൻ സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. 2 മാസത്തോളമായി തുടരുന്ന കാനകോരലും പൈപ്പിടലും മൂലം യാത്രക്കാരും പരിസരവാസികളും രൂക്ഷമായ പൊടിശല്യവും അനുഭവിക്കുകയാണ്. നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപകടങ്ങൾ അടിക്കടി തുടരുമ്പോഴും അധികാരികൾ മൗനം പാലിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. TCB പാവറട്ടി. NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി. 14 സീറ്റിൽ BJP നേരിട്ട് മത്സരിക്കാനാണ് ധാരണ. BDJS തൃശൂർ അടക്കം 5 സീറ്റിൽ മത്സരിക്കും. തൃശൂർ, ആലത്തൂർ, ഇടുക്കി, വയനാട്, മാവേലിക്കര എന്നീ സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം മത്സരിക്കും. സ്ഥാനാർത്ഥികളെ സംസ്ഥാന ഘടകം പ്രഖ്യാപിക്കുമെന്ന നിലപാടാണ് NDA കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്താണ് ഇക്കാര്യം തീരുമാനിക്കുകയെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. സംഘടനയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് CBI അന്വേഷണമടക്കം നേരിടാൻ തയ്യാറാണെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. തൃശൂരിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു UNA ഭാരവാഹികൾ. സംസ്ഥാന കമ്മിറ്റിയിൽ എല്ലാ കണക്കുകളും അവതരിപ്പിച്ചതായും ഇവ പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ വ്യക്തമാക്കി. ആരോപണത്തെ തുടർന്ന് നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായെങ്കിലും സംഘടന അനുവദിച്ചില്ലെന്നും ജാസ്മിൻ ഷാ പറഞ്ഞു. ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് 2017-18 വീണ്ടും സംഘടനക്കുള്ളിൽ മുഴുവൻ കണക്കുകളും വീണ്ടും അവതരിപ്പിക്കുകയുണ്ടായി. ഐക്യകണ്ഠേന പങ്കെടുത്ത ഒരാൾ പോലും ഭിന്നാഭിപ്രായം രേഖപ്പെടുത്താൻ ഐക്യകണ്ഠേന ആ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. കാരണം കൃത്യമായിട്ടുള്ള ബില്ലുകളും കണക്കുകളും എല്ലാമുള്ള കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സംഘടനയാണ് UNA. മാത്രമല്ല എല്ലാ സംഘടനകളും UNA സോഷ്യൽ ഓഡിറ്റിങ്ങിന് തയ്യാറാണ്. എല്ലാ അന്വേഷണങ്ങളെയും, അത് CBI വരെയുള്ള അന്വേഷണമാണെങ്കിൽ ആ അന്വേഷണത്തെ എല്ലാം നേരിടാൻ സംഘടന തയ്യാറാണ്. UNA വൈസ് പ്രസിഡന്റിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തൃശൂരിൽ യോഗം ചേർന്നത്. ആരോപണം നേരിടുന്ന UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായെ മുദ്രാവാക്യം മുഴക്കിയാണ് പ്രവർത്തകർ വരവേറ്റത്. നഴ്സുമാരിൽ നിന്ന് വരിസംഖ്യ പിരിച്ചതടക്കമുള്ള തുക ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതായി സംഘടനാ വൈസ് പ്രസിഡന്റ് CB മുകേഷ് DGPക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി നഴ്സുമാരിൽ നിന്ന് പിരിച്ച തുക
കൈമാറിയില്ലെന്നടക്കമുള്ള 3 കോടി രൂപയുടെ അഴിമതി ആരോപണം ഇവർ നടത്തിയിരുന്നു. ആരോപണങ്ങൾ അന്വേഷിക്കാനും ആരോപണങ്ങൾക്ക് മറുപടി പറയാനും UNA അഖിലേന്ത്യാ സെക്രട്ടറി സുദീപിന്റെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചതായും അന്വേഷണങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്നും ജാസ്മിൻ ഷാ വ്യക്തമാക്കി. യോഗത്തിൽ ദേശീയ സെക്രട്ടറി MV സുദീപ്, സംസ്ഥാന സെക്രട്ടറി സുജനപാൽ അച്യുതൻ, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, ട്രഷറർ ബിബിൻ പോൾ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തയിലേക്ക്. ബസ്സുകളുടെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം സംഘട്ടനത്തിൽ കലാശിച്ചു. ബസ് ഉടമയ്ക്ക് കുത്തേറ്റു. കൊടുങ്ങല്ലൂർ അഴീക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന വ്യാസൻ ബസിന്റെ ഉടമ പോണത്ത് അനീഷിനാണ് പരിക്കേറ്റത്. രാത്രി 7:30 നഗരസഭാ ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. വ്യാസൻ ബസിന്റെ സമയത്ത് വലിയ പറമ്പിൽ ട്രാവൽസ് എന്ന ബസ് സർവീസ് നടത്തിയതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഇരുവിഭാഗം ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കം പോലീസ് ഇടപെട്ട് ഒഴിവാക്കിയെങ്കിലും പിന്നീട് വീണ്ടും സംഘട്ടനമുണ്ടാവുകയായിരുന്നു. സംഘടനത്തിന് ഇടയിൽ പൊട്ടിയ കുപ്പികൊണ്ടുള്ള കുത്തേറ്റാണ് അനീഷിന്റെ കൈക്ക് പരിക്കേറ്റത്. ഇയാളെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീരമേഖലയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയക്രമവുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് നൽകിയ നിർദ്ദേശത്തെ ചൊല്ലി ഏതാനും ദിവസങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ പെരുമ്പുഴ പാടത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. ഗതാഗത നിയമലംഘനത്തിനെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ചൊവ്വാഴ്ച വൈകിട്ട് കണ്ടശാങ്കടവിലുണ്ടായ അപകടത്തിൽ അന്തിക്കാട് സ്വദേശി മണ്ടംപുള്ളി വീട്ടിൽ ഗീത മരിച്ചിരുന്നു. അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിഷോറിന്റെ നേതൃത്വത്തിൽ 5 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം കാനാണി റോഡിൽ പരിശോധനയ്ക്കെത്തിയത്. ഹെൽമറ്റ് ധരിക്കാതെ വന്നവർക്കാണ് കൂടുതലും പിഴയൊടുക്കേണ്ടി വന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ സൈലൻസറുകൾ രൂപമാറ്റം വരുത്തിയവർക്കും പിഴ ചുമത്തി. കൂൾ ഫിലിം ഒട്ടിച്ച കാറുകൾ, 3D നമ്പർ പ്ലേറ്റുകൾ, അധിക ഭാരം കയറ്റിവന്ന വാഹനങ്ങൾ തുടങ്ങിയവ പരിശോധനയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ പോലീസിനെ കാണുമ്പോൾ നമ്പർ പ്ലേറ്റ് ഉള്ളിലോട്ട് പോകുന്ന രീതി ബൈക്കുകളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു. ടാക്സ് അടയ്ക്കാത്ത റോഡ് റോളറും പരിശോധനയിൽ പിടികൂടി. വരും ദിവസങ്ങളിൽ ബസ് സ്റ്റാൻഡിലെത്തി എയർഹോണുകൾ ഘടിപ്പിച്ച ബസ്സുകൾക്കെതിരെ കേസെടുക്കുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിഷോർ പറഞ്ഞു. അമിത ശബ്ദമുള്ള സൈലൻസർ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് സൈലൻസർ മാറ്റി RTOയിൽ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകുകയുണ്ടായി. എയർഹോൺ ഉള്ള ബസ്സുകൾ മുതലായ വാഹനങ്ങളിലാണ് നമ്മൾ ചെക്കിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. 3 എയർഹോണുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ വരെ പിടികൂടിയവയിലുണ്ട്. തുടർ ദിവസങ്ങളിൽ കൂടുതൽ സംഘങ്ങൾ തൃശൂർ കാനാണി സംസ്ഥാന പാതയിൽ മോട്ടോർ വാഹന നിയമലംഘകർക്കെതിരെ രംഗത്തുണ്ടാകും. അതേസമയം ജില്ലയ്ക്കു വേണ്ടി അനുവദിച്ചിട്ടുള്ള വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഇന്റർസെപ്റ്റർ വാഹനം തകരാറിലായത് ഇവരെ കുഴയ്ക്കുന്നുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയകുമാർ, സുധീഷ്, അരുൺ, രജീഷ്, അജിത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. TCV ന്യൂസ്, അന്തിക്കാട്. പെരുമ്പളിശ്ശേരി സെൻട്രൽ ബൈക്കിൽ ടാങ്കർ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. KCB ജീവനക്കാരനായ എറണാകുളം സ്വദേശി നെൽസനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നെൽസൺ ചികിത്സയിലിരിക്കെ രാത്രിയോടെ മരിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഊരകം അല്ലാടത്ത് പറമ്പിൽ രാധാകൃഷ്ണൻ ചികിത്സയിലാണ്. ചേർപ്പ് ആക്സ് പ്രവർത്തകരാണ് ഇവരെ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
അടുത്ത 2 ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് താപനില ഉയരാൻ സാധ്യത. കടുത്ത ചൂടിനെതിരെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നടൻ കലാഭവൻ മണിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ നുണ പരിശോധന തുടരുന്നു. കൊച്ചിയിലെ സിബിഐ ഓഫീസിലാണ് നടപടികൾ. ചെന്നൈയിലെ ഫോറൻസിക് ലാബോറട്ടറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. മണിയുടെ സുഹൃത്തുക്കളായ മുരുകൻ, അനിൽകുമാർ, സിനിമാ താരങ്ങളായ ജാഫർ ഇടുക്കി, സാബുമോൻ എന്നിവരുടെ നുണ പരിശോധനയാണ് ബുധനാഴ്ച നടന്നത്. കഴിഞ്ഞ ദിവസം മണിയുടെ മാനേജറായിരുന്ന ജോബി സെബാസ്റ്റ്യൻ, സുഹൃത്തുക്കളായ വിപിൻ, അരുൺ എന്നിവരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. രാവിലെ തുടങ്ങിയ പരിശോധന രാത്രി വരെ നീണ്ടു. 7 പേരുടെ നുണ പരിശോധന നടത്താനാണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന വിഷാംശം എങ്ങനെ മണിയുടെ ശരീരത്തിൽ എത്തി എന്ന് കണ്ടെത്തുകയാണ് സിബിഐയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇതിനാണ് നുണ പരിശോധന ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂർ ശക്തൻ നഗറിൽ മാലിന്യം ഒഴുകിപ്പോകാനാകാതെ തോട് നിറഞ്ഞു. പകർച്ചവ്യാധി ഭീഷണിയിൽ പരിസരവാസികൾ. തിരിഞ്ഞു നോക്കാതെ കോർപ്പറേഷൻ. കണ്ണൻകുളങ്ങര ഡിവിഷണൽ ശക്തൻ നഗറിലെ സൺ ആശുപത്രിയുടെ പടിഞ്ഞാറെ കവാടത്തിലുള്ള ഓട്ടോറിക്ഷ പേട്ടയ്ക്കരികിലുള്ള തോടാണ് മാലിന്യം കെട്ടിക്കിടന്ന് അസഹ്യമായ ദുർഗന്ധവും രൂക്ഷമായ കൊതുക് ശല്യവുമായി പരിസരവാസികളിലും യാത്രക്കാരിലും ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. ധാരാളം രോഗികളും കൂട്ടിരിപ്പുകാരും വന്നുപോകുന്ന ആശുപത്രിയും 200-ലേറെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലവുമാണ് മാസങ്ങളായി മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധപൂരിതമായത്. ഇവിടെ മാലിന്യം കുമ്പാരം കൂടിയിട്ട് ഇവിടെ ഇരുന്ന് വണ്ടി ഓടിക്കാനോ ഇവിടെ ഇരിക്കാനോ യാതൊരു നിവൃത്തിയില്ല. കൊതുക് ശല്യം ഭയങ്കരം. പിന്നെ ഈ കോഴി വേസ്റ്റ് ഈ അഴുക്ക് ചാലി കൂടെ കൊണ്ടിട്ട് പോകുന്നുണ്ട്. ഈ ഫ്ലാറ്റിൽ നിന്നുള്ള വേസ്റ്റുകൾ, എല്ലാ വേസ്റ്റുകളും ഈ ചാലിൽ കൊണ്ട് തട്ടുന്നു. പരിസരത്തെ വൻകിട ഹോട്ടലുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നുമുള്ള സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. പ്രളയത്തിൽ ഇടിഞ്ഞു വീണ തോടിന്റെ ഭിത്തികളിൽ തടഞ്ഞ് ഒഴുകാനാകാതെ കെട്ടിക്കിടക്കുകയാണ് മാലിന്യം. തോട്ടിലെ മാർഗതടസ്സം നീക്കാൻ യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് കൗൺസിലർ ഇടപെട്ട് കുമ്മായപ്പൊടി വിതറിപ്പോയതല്ലാതെ വേറെ ഒരു നടപടിക്കും കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. പല പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഇതിന് നേരെ ഒരാളും ആക്ഷൻ എടുത്തിട്ടില്ല. മാത്രമല്ല ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രമല്ല, ഇവിടെ ഈ തണൽ കൊള്ളാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാർ വന്ന് ഇരിക്കാനൊക്കെ ഒരു വിശ്രമ സ്ഥലമാണ്. ഭയങ്കര ദുർഗന്ധമാണ്, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അസുഖങ്ങൾ കാര്യങ്ങൾ ഇതിൽ നിന്ന് പൊട്ടി പുറപ്പെടും. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാവണം. 25ഓളം ഓട്ടോറിക്ഷകൾ എല്ലായ്പ്പോഴും ഇവിടെ പാർക്കിങ്ങിൽ ഉണ്ടാകും. ഓട്ടോ ഡ്രൈവർമാർ നട്ടുനനച്ചു വളർത്തിയ തണൽ മരങ്ങളുടെ ചുവട്ടിലിരുന്ന് കാറ്റുകൊള്ളാൻ എത്തുന്ന ആശുപത്രി അന്തേവാസികൾക്കും യാത്രക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഇപ്പോൾ ഈ സ്ഥലം പേടിസ്വപ്നമായി മാറിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ചാല് അത് ശുദ്ധീകരിച്ചിട്ട് ഇവിടെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ ഇരിക്കുവാനും ഇവിടെ വണ്ടി ഓടിച്ച് ജീവിക്കാനുള്ളൊരു സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നഗരത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത തരത്തിലുള്ള ഈ മാലിന്യം നീക്കി പകർച്ചവ്യാധി ആശങ്ക ഒഴിവാക്കാൻ കോർപ്പറേഷൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പരിസരവാസികൾ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, തൃശൂർ. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചെത്തിയ തൃപ്രയാർ തേവർക്ക് ക്ഷേത്രനടയിൽ ഭക്തി നിർഭരമായ വരവേൽപ്പ്. പൂരം കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിയ തേവർക്കൊപ്പമുണ്ടായിരുന്ന ഭക്തർക്ക് വെണ്ടാറശ്ശേരി ക്ഷേത്രത്തിൽ പ്രസാദകഞ്ഞി വിതരണം ചെയ്തു. തുടർന്ന് തേവർ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് തുടർന്നു. ദേവസ്വം അരുൺ അയ്യപ്പൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. മംഗളവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിയ തേവർ വൈകിട്ട് 5 മണിയോടെ കിഴക്കേനടയിലെത്തി. തേവരെ വരവേൽക്കാൻ ഇരുകരകളിലുമായി നിരവധി ഭക്തരാണ് കാത്തുനിന്നത്. കിഴക്കേനടയിൽ നിന്ന് സ്വന്തം പള്ളിയോടത്തിൽ തേവർ പുഴ കടന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ഉഷപൂജയ്ക്ക് ശേഷം മകേരിയം പുറപ്പാട് ചടങ്ങുകൾ ആവർത്തിച്ചു. തെളിയിച്ച കൊടിവിളക്കിന് മുൻപിൽ അലങ്കരിച്ച പീഠത്തിൽ പരവതാനി വിരിച്ച് തേവരെ പാരമ്പര്യ കഴകക്കാരൻ സ്വീകരിച്ചു. ബ്രാഹ്മണിപ്പാട്ടും പറ സമർപ്പണവും കഴിഞ്ഞ് രാത്രി 7:30യോടെ പുറത്തേക്ക് എഴുന്നള്ളിയ തേവരെ പടിഞ്ഞാറേ നടയിൽ പഞ്ചവാദ്യത്തോടെ എതിരേറ്റു. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കാളികളായത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പൂർണ്ണ ഗർഭിണിയായ യുവതി മരിച്ചു. വരാക്കര പുതൂർക്കര ബൈജുവിന്റെ ഭാര്യ 33 വയസ്സുള്ള ഡിൻസിയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഡിൻസിയെ ഉലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ വെച്ചാണ് മരിച്ചത്. ഗർഭസ്ഥ ശിശുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും വിജയിച്ചില്ല. അടുത്തയാഴ്ചയാണ് ഡിൻസിയുടെ പ്രസവ ദിവസം നിശ്ചയിച്ചിരുന്നത്.
രക്തസമ്മർദ്ദം ഉയർന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കർഷകരുടെ വായ്പകൾക്കുള്ള മൊറട്ടോറിയം ഒക്ടോബർ 11 വരെ ഉണ്ടെന്നും കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും കൃഷിമന്ത്രി ആവർത്തിച്ചു. ഒരു കർഷകനെതിരെയും ജപ്തി നടപടി ഉണ്ടാകില്ലെന്നും ഉത്തരവ് ഇറങ്ങാത്തത് സാങ്കേതികത്വം മാത്രമാണെന്നും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. ഇതേസമയം കർഷകരുടെ വായ്പകൾക്കുള്ള മൊറട്ടോറിയം നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സമയബന്ധിതമായി ഇറക്കാത്തതിന് ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി വിമർശിച്ചു. മന്ത്രിസഭാ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇടവേള. ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. ഇനി ജനവിധി 2019. വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് കെ മുരളീധരൻ. വിജയം ഉറപ്പിക്കാൻ സംഘപരിവാറിന്റെ വോട്ട് തനിക്ക് വേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് വടകരയിലേക്കുള്ള യാത്രാമധ്യേ പൂങ്കുന്നം മുരളി മന്ദിരത്തിലെത്തി അച്ഛൻ കെ കരുണാകരന്റെയും അമ്മ കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. വടകരയിലെ വിജയം സുനിശ്ചിതമാണ്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യത്തിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഉറപ്പായൊരു നിയോജകമണ്ഡലത്തിലല്ല മത്സരിക്കുന്നത്, വളരെയധികം ചലഞ്ചുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഈ ദൗത്യത്തിൽ വിജയിക്കാൻ കഴിയുമെന്നെനിക്ക് പൂർണ്ണ വിശ്വാസം. എതിർ സ്ഥാനാർത്ഥിയായ പി ജയരാജന്റെ കോലി സഖ്യമെന്ന ആരോപണത്തെ അടക്കം തള്ളിയ മുരളീധരൻ പരാജയ ഭീതിയാലാണ് ഇത്തരം തുരുമ്പെടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും മറുപടി നൽകി. വടകരയിൽ വിജയിക്കാൻ തനിക്ക് സംഘപരിവാറിന്റെ വോട്ട് വേണ്ട, പക്ഷേ നിശബ്ദമായ ഇടതുപക്ഷ വോട്ടുകൾ തനിക്ക് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതൊക്കെ തുരുമ്പിച്ച ആരോപണങ്ങൾ. ഇവിടെ ഒരു കാരണവശാലും UDFന് സംഘപരിവാറിൻ്റെയോ മറ്റാരുടെയോ പിന്തുണ ആവശ്യമില്ല. ഞങ്ങളുടെ സെക്യുലർ കാഴ്ചപ്പാടാണ്. ആ സെക്യുലർ കാഴ്ചപ്പാടിനോട് ആനുകൂല്യമുള്ള വോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കും. അതിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഉൾപ്പെടെ ഉണ്ടാവും. അവരുടെ നിശബ്ദ വോട്ടുകളാണ്. LDFന്റെ നേതൃത്വത്തിൽ വൻ അട്ടിമറിക്ക് വടകരയിൽ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം നേരിടാൻ തയ്യാറാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. മുരളി മന്ദിരത്തിലെത്തിയ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പാണ് പ്രവർത്തകർ നൽകിയത്. സഹോദരി പത്മജ വേണുഗോപാൽ, DCC പ്രസിഡന്റും തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ TN പ്രതാപൻ, മുൻ MLA-മാരായ PA മാധവൻ, TV ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് V ബലറാം തുടങ്ങിയ നിരവധി പാർട്ടി ഭാരവാഹികളും പ്രവർത്തകരും അദ്ദേഹത്തിന് വിജയാശംസകൾ നേരാനെത്തിയിരുന്നു. TCV തൃശൂർ. തെരഞ്ഞെടുപ്പിനെ നിസ്സാരമായി കാണുന്ന ആളല്ല താനെന്നും എതിർ സ്ഥാനാർത്ഥിയെ ബഹുമാനിക്കുന്നവനാണെന്നും വടകര UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമായ ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും മുമ്പ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തേടിയാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. ഗുരുവായൂരിലെ ദർശനത്തിന് ശേഷം പാണക്കാട് കുടപ്പനയ്ക്കൽ തറവാട്ടിലെത്തിയ അനുഗ്രഹം വാങ്ങിയായിരിക്കും പ്രചാരണത്തിന് ഇറങ്ങുകയെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി TN പ്രതാപനും ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയിരുന്നു. എതിരാളികളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്.
നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. മറ്റ് ആരോപണങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള അടിസ്ഥാനരഹിതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ജനാധിപത്യത്തിൽ ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യും, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ ഒരു കൊലക്കേസിലും പ്രതിയല്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല. അത് എൻ്റെ പൊതുജീവിതത്തിലെ ഒരു അനുഗ്രഹമാണ്. ഒരു കേസിലും ഞാൻ ന്യൂജൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയയെ കൂട്ടുപിടിക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം. സോഷ്യൽ മീഡിയയിൽ വേറിട്ട പ്രചാരണ രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടാനുള്ള മത്സരവും തെരഞ്ഞെടുപ്പിൽ സജീവമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും സോഷ്യൽ മീഡിയ പ്രചാരണത്തിനായി പുതുവഴികൾ തേടുകയാണ്. വോട്ടർമാരുടെയും പ്രമുഖ വ്യക്തികളുടെയും മാധ്യമങ്ങളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കി പ്രചാരണ രീതികൾ ജനകീയമാക്കുകയായിരുന്നു ആദ്യഘട്ടം. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ പ്രചരണം മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. TN പ്രതാപൻ കേവലം രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സജീവ സാന്നിധ്യം കൂടിയാണെന്ന് മമ്മൂട്ടി പറഞ്ഞു. പ്രതാപൻ നമ്മുടെ സുഹൃത്താണ്, പ്രതാപൻ ജയിച്ചാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വിജയാശംസകൾ. സാംസ്കാരിക നഗരിക്കിന് പ്രതാപകാലം എന്ന ക്യാമ്പയിനും സോഷ്യൽ മീഡിയയിൽ TN പ്രതാപൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുണ്ട്, പിന്നെ IT ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് പാർട്ടിയിൽ, അത് ജില്ലാ തലത്തിലുണ്ട്, ബൂത്ത് തലം വരെ ഞങ്ങളുടെ IT കോർഡിനേറ്റർമാർ ഉണ്ട്. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വേണ്ടി പ്രത്യേകമായും സോഷ്യൽ മീഡിയ വർക്ക് കൂടി ഉണ്ടാകും. LDF സ്ഥാനാർത്ഥിയായ രാജാജി മാത്യു തോമസ് ഫേസ്ബുക്ക് ലൈവിലൂടെ വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കുന്ന പ്രചാരണ രീതിയാണ് ആരംഭിച്ചിട്ടുള്ളത്. നിയമനിർമ്മാണ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ ഉത്തരവാദിത്വം ഗൗരവപൂർവ്വം നിർണ്ണയിക്കും. പുസ്തകം വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന രാജാജി ചലഞ്ചും സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ മനുഷ്യന് നൽകിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ വിപുലമായിട്ടുള്ള തോതിൽ നടക്കുന്നുണ്ട്. വലിയൊരു വിഭാഗം വോട്ടർമാർ, എനിക്ക് തോന്നുന്നൊരു 10-65% വോട്ടർമാരെ സമീപിക്കാൻ ഈ കാലാവസ്ഥയൊന്നും ഒരു പ്രതികൂലമേ അല്ല. എല്ലാവരും അവരുടെ മൊബൈലിൽ കൂടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രതികരണമാണ് അതിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ നാടൻ പാട്ടുകളും പ്രസംഗങ്ങളുമാണ് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇന്നസെന്റും PK ബിജുവും ബെന്നി ബെഹനാനും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിട്ടുണ്ട്. BJPയും പുതുവോട്ടർമാരെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയ പ്രചരണ രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്രചരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിലും സ്ഥാനാർത്ഥിയുടെ പ്രചരണ ചെലവിന്റെ പരിധിയിലും ഉൾപ്പെടുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഏറെ സൂക്ഷ്മമായാണ് സ്ഥാനാർത്ഥികൾ ഏറ്റെടുത്തിട്ടുള്ളത്. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. തെരഞ്ഞെടുപ്പിൽ സഹായം തേടി NSS ആസ്ഥാനത്ത് പോകില്ലെന്ന് ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ഇന്നസെന്റിന്റെ പ്രതികരണം. ചാലക്കുടിയിലെ NSS നേതൃത്വത്തോട് സഹായം അഭ്യർത്ഥിക്കുമെന്നും ഇന്നസെന്റ് പറഞ്ഞു. തുഷാർ വെള്ളപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോൽക്കുമെന്ന അഭിപ്രായം വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. മത്സരിക്കണമെങ്കിൽ യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം തുഷാർ ഒഴിയണം. സ്ഥാനാർത്ഥി പട്ടികയിൽ ഈഴവരെ കോൺഗ്രസ് അവഗണിച്ചുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. BJPയുടെ കേരളത്തിലെ മുന്നേറ്റത്തിന് ലഭിച്ച സുവർണ അവസരം തന്നെയായിരുന്നു ശബരിമല വിഷയമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുന്നംകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനകീയം തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണത്തിന്റെ വീഴ്ചകൾ എന്നും പ്രതിപക്ഷത്തിന് സുവർണ അവസരം തന്നെയാണ്. ആ നിലയിൽ തന്നെയാണ് ശബരിമല വിഷയം BJP ഏറ്റെടുത്തത്. കള്ളപ്പണം തിരിച്ചുപിടിക്കുകയല്ല, മറിച്ച് ജനങ്ങളിൽ സാമ്പത്തിക അച്ചടക്കമുണ്ടാക്കുക എന്നതായിരുന്നു നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യം. ടോമടക്കന്റെ വരവ് BJPക്ക് ദോഷം ചെയ്യില്ല. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ ഭരണകക്ഷിയിൽ നിന്നും വരും ദിവസങ്ങളിൽ ചിലർ BJPയിലേക്ക് എത്തുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് K. രാജേഷ്, മോഹൻദാസ് എലവത്തു, ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വോട്ട് നമ്മുടെ അവകാശമെന്ന സന്ദേശവുമായി ജില്ലയിൽ പര്യടനത്തിനിറങ്ങുന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ വാഹനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ കളക്ടറേറ്റ് അങ്കണത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കളക്ടർ TV. അനുപമ, സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര, അസിസ്റ്റന്റ് കളക്ടർ പ്രേം കൃഷ്ണ തുടങ്ങിയവരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായി. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അഥവാ സ്വീപ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് സമിതിദായകരെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി പ്രചരണ വാഹനം ജില്ലയിലുടനീളം പര്യടനം നടത്തുന്നത്.
കോടതി നിർദ്ദേശം വന്നിട്ടും ഹോസ്റ്റൽ സമയം പുനഃക്രമീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ലേഡീസ് ഹോസ്റ്റൽ വിദ്യാർത്ഥിനികൾ ഉപരോധിച്ചു. നിലവിലെ സമയക്രമം അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഒരു വിദ്യാർത്ഥിനി ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ ഏതാനും ദിവസം മുൻപ് വിദ്യാർത്ഥിനിക്ക് അനുകൂലമായി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹോസ്റ്റൽ സമയം പുനഃക്രമീകരിക്കണമെന്ന നിർദ്ദേശം ഇതുവരെയും പാലിക്കപ്പെടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം വിദ്യാർത്ഥിനികൾ പ്രവേശന സമയം കഴിഞ്ഞിട്ടും ഹോസ്റ്റലിൽ കയറാതെ പ്രതിഷേധിച്ചത്. സമയ പുനഃക്രമീകരണം ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പാളിനെ സമീപിച്ചെങ്കിലും നടപടി കൈക്കൊണ്ടില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. അധ്യാപകരും ഹോസ്റ്റൽ വാർഡനും ഇടപെട്ട് അടുത്ത ദിവസം കോളേജ് മാനേജ്മെന്റുമായും കൊച്ചിൻ ദേവസ്വം ബോർഡുമായും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് രാത്രി വൈകി വിദ്യാർത്ഥികൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി എങ്കക്കാട് പുലി ഇറങ്ങിയതായി അഭ്യൂഹം. ആശങ്കയോടെ പ്രദേശവാസികൾ. അകമല വനത്തിന്റെ താഴ്വാരത്തുള്ള മാരാത്തുകുന്ന് ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏങ്കക്കാട് പല സ്ഥലങ്ങളിലായി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതാണ് സംശയത്തിനിടയാക്കുന്നത്. കടുവയുടെ കാൽപ്പാടുകളുമായാണ് സാമ്യം എന്നത് ഭീതി പരത്തുന്നു. കഴിഞ്ഞ ദിവസം ഏങ്കക്കാട് CP നമ്പീശൻ റോഡിൽ നിന്നും കാട്ടുപൂച്ചയെ പിടികൂടിയിരുന്നു. എന്നാൽ കാട്ടുപൂച്ചയുടെയും കടുവയുടെയും കാൽപ്പാടുകൾ വ്യത്യസ്തമാണ്. തുടർന്നും കാൽപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് സംശയമുളവാക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അകമല ടവർ നിർമ്മാണത്തിന് പോയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന TN വീട്ടിൽ ബാദുഷ അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡിൽ ഏറെ നേരം കടുവയെ കണ്ടതായി പറയുന്നു. മേലേമ്പാട്ടുമുക്കിൽ 2 പുലികളെ ഒരു കുട്ടിയുമായി കണ്ടതായും അഭ്യൂഹമുണ്ട്. മാരാത്തുകുന്നിൽ ബൈക്ക് യാത്രികൻ റോഡിന് കുറുകെ പുലി ഓടിപ്പോയതായി കണ്ടിരുന്നു. ഏങ്കക്കാട് TCB റിപ്പോർട്ടർ അരുൺദാസിന്റെ വീട്ടുമുറ്റത്തും സംശയമുളവാക്കുന്ന കാൽപ്പാടുകൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഏങ്കക്കാട് പവർ ഹൗസിന് പുറകിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തും കാൽപ്പാടുകൾ കണ്ടെത്തി. എന്നാൽ വനവകുപ്പ് അധികൃതർ ചില സ്ഥലങ്ങളിൽ പൂച്ചയാണെന്നും കാട്ടുപൂച്ചയാണെന്നും ചില സ്ഥലങ്ങളിൽ നായയാണെന്നും പറഞ്ഞ് ആശങ്ക വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ്. കടുത്ത വേനൽ മൂലം വന്യമൃഗങ്ങൾ വെള്ളത്തിനായി നാട്ടിൽ ഇറങ്ങി വരുന്നതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ്. TCB വടക്കാഞ്ചേരി. കോസ്റ്റ് ഫോർഡ് ഡയറക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന TR ചന്ദ്രദത്തിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ തൃശൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ സാധിച്ച വ്യക്തിത്വമായിരുന്നു ദത്തമാഷ് എന്ന് വിജയാനന്ദ് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ അകവും പുറവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിഷയാവതരണം നടത്തി. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയം കാർഷിക വളർച്ചയ്ക്ക് സഹായിക്കുന്നില്ലെന്നും സാമ്പത്തികമായി ഉയർന്ന വിഭാഗത്തിന് മാത്രം ഉപയോഗപ്പെടുന്നതാണെന്നും രവീന്ദ്രനാഥ് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ KN ഹരിലാൽ, പ്രൊഫസർ R ബിന്ദു, ഡോക്ടർ MN സുധാകരൻ, K രാധാകൃഷ്ണൻ, VN ജിതേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോസ്റ്റ് ഫോർഡ് സാരഥിയായിരുന്ന ചന്ദ്രദത്തിന്റെ ഓർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമിയിൽ കോസ്റ്റ് ഫോർഡിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. നവോത്ഥാനം, ഇടർച്ചയും തുടർച്ചയും എന്ന വിഷയത്തിൽ ചരിത്രകാരൻ KN ഗണേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ VN ജിതേന്ദ്രൻ, ജോയിന്റ് ഡയറക്ടർ PB സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഏറെ പുതുമകളുമായി നവീകരിച്ച തൃശൂർ നെഹ്റു പാർക്ക് ഏപ്രിൽ ആദ്യവാരത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ റൗണ്ടിലെ നെഹ്റു പാർക്ക് അടച്ചത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.66 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പാർക്കിൽ നടത്തിയിരിക്കുന്നത്. എല്ലാ നിർമ്മാണ പ്രവൃത്തികളും അന്തിമഘട്ടത്തിലാണ്. മ്യൂസിക്കൽ ഫൗണ്ടൻ സ്ഥാപിക്കുന്നത് മാത്രമാണ് അല്പം വൈകുക. എങ്കിലും ഏപ്രിൽ അവസാനത്തോടെ അതും പൂർത്തിയാക്കുമെന്ന് പാർക്ക് നവീകരണ കമ്മിറ്റി ചെയർമാനും കൗൺസിലറുമായ CP പോളി പറഞ്ഞു. കുട്ടികൾക്കായി നിരവധി കളിയുപകരണങ്ങളും മനോഹരമായ പുൽത്തകിടിയും നടപ്പാതയുമെല്ലാം ഒരുക്കിയിരിക്കുന്ന നെഹ്റു പാർക്കിൽ വ്യായാമത്തിന് ഏറെ സഹായപ്രദമായി നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സൈക്കിൾ, വാക്കിംഗ് ട്രാക്കുകളും ഓപ്പൺ ജിമ്മുമെല്ലാം ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ പേരെ പാർക്കിലേക്ക് ആകർഷിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ശൗചാലയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. നവീകരണം പൂർത്തിയാക്കാൻ അല്പം കാലതാമസമുണ്ടായെങ്കിലും കൂടുതൽ സൗകര്യങ്ങളും പുതുമകളുമായി അണിഞ്ഞൊരുങ്ങുന്ന പുതുപുത്തൻ നെഹ്റു പാർക്ക് കുടുംബങ്ങളെ ഏറെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല.
സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ കൂടുതൽ വിനോദം പ്രദാനം ചെയ്യുന്ന നെഹ്റു പാർക്കിന്റെ പ്രകൃതി രമണീയമായ അന്തരീക്ഷവും വിനോദത്തിനായി ഒരുക്കിയിരിക്കുന്ന പുത്തൻ സൗകര്യങ്ങളുമെല്ലാം ഇനി കുടുംബത്തോടൊപ്പം ആസ്വദിക്കാം. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാർക്കിൽ പ്രവേശനം സൗജന്യമാണ്. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് 10 രൂപയാണ് പ്രവേശന ചാർജ്. പാർക്കിന്റെ കാലാനുസൃതമായ നവീകരണത്തിനും പരിപാലനത്തിനുമാണ് ഈ തുക ചിലവഴിക്കുക. TCV തൃശൂർ. അർണോസ് പാതിരിയുടെ 287ാം ചരമവാർഷിക ദിനത്തിൽ തൃശൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ജോൺ സിറിയക്ക അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ VP ജോസഫ്, ഫാദർ TV ജോൺ, ഫാദർ പോൾ കാട്ടൂക്കാരൻ, ഫാദർ SJ സുനിൽ, ഫാദർ ഡോക്ടർ ജോർജ് തെനാടിക്കുളം, ഡേവിസ് കണ്ണമ്പുഴ, ജോൺ കള്ളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അർണോസ് പാതിരി അക്കാദമിയും അർണോസ് ഫോറവും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ അന്തിക്കാട് മാങ്ങാട്ടുകര ആറ്റുപുറത്ത് ഉണ്ണികൃഷ്ണൻ നായർ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. അന്തിക്കാട് അയ്യപ്പ സേവാ സമിതിയുടെ മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം, ശരണകീർത്തി പുരസ്കാരം, തത്വമസി പുരസ്കാരം തുടങ്ങി ധാരാളം ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ ശാസ്താംപാട്ട് അവതരിപ്പിച്ച കലാകാരനാണ് ഉണ്ണികൃഷ്ണൻ നായർ. കാട്ടൂരിൽ സെപ്റ്റിക് മാലിന്യം പാടത്ത് തള്ളിയതായി പരാതി. കാട്ടൂർ അൽബാബ് സ്കൂളിന് സമീപത്തെ തരിശായി കിടക്കുന്ന പാടശേഖരത്തിലാണ് ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ടാങ്കറിലാണ് മാലിന്യം കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. തൃശൂർ തേക്കിങ്കാട് മൈതാനത്ത് ഹോളി ആഘോഷം സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്വീപ് പദ്ധതി പ്രവർത്തകരുടെയും പ്രളയ ദുരിതാശ്വാസത്തിന് നേതൃത്വം നൽകിയ കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഹോളി ആഘോഷം സംഘടിപ്പിച്ചത്. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പ്രേംകൃഷ്ണ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദൈവത്തിന്റെ പേരിൽ വോട്ട് തേടാൻ ആരെയും അനുവദിക്കുകയില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ. യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ തൃശൂർ ജില്ല 2ാം സ്ഥാനത്തെന്ന ടിക്കാറാം മീണ. പ്രതിഷേധ ജ്വാലയായി COA പ്രക്ഷോഭം. പ്രാദേശിക ചാനലുകൾ ഇല്ലാതാക്കാൻ കുത്തക കമ്പനികൾക്ക് KCB ഒത്താശ ചെയ്യുകയാണെന്ന് മുൻ MLA TU രാധാകൃഷ്ണൻ. മേഖലയിലെ മുഴുവൻ റോഡുകളും തകർത്ത ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതി. പൈപ്പ് സ്ഥാപിക്കാൻ കുഴികളെടുത്തത് അശാസ്ത്രീയമായെന്ന് ആരോപണം. NDA സീറ്റ് വിഭജനം പൂർത്തിയായി. 14 ഇടങ്ങളിൽ BJPയും തൃശൂർ അടക്കം 5 സീറ്റിൽ BDJSും മത്സരിക്കും. സംഘടനയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് CBI അന്വേഷണമടക്കം നേരിടാൻ തയ്യാറാണെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും UN. കൊടുങ്ങല്ലൂരിൽ ബസ്സുകളുടെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം സംഘട്ടനത്തിൽ കലാശിച്ചു. ബസ് ഉടമയ്ക്ക് കുത്തേറ്റു. ഗതാഗത നിയമലംഘനത്തിനെതിരെ തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.